കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ ക്ഷാമബത്ത വർധനവ് പ്രഖ്യാപിക്കാത്തത് പ്രതിഷേധിച്ച് നിരത്തിലിറങ്ങുന്നു. സാധാരണ മാർച്ച് മാസം പ്രഖ്യാപിക്കുന്ന DA വർധനവ് ഏപ്രിൽ പകുതിയായിട്ട് പ്രഖ്യാപിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെയും DA വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണ മാർച്ച് മാസത്തിലാണ് പ്രഖ്യാപനം വരാറുള്ളത്. എന്നാൽ DA വർധനവ് ഏപ്രിൽ പകുതിയായിട്ടും പ്രഖ്യാപിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാരിലെ ഒരു വിഭാഗം ഇന്ന് സർക്കാർ ഓഫീസുകളിൽ പ്രതിഷേധം നടത്തിയിരുന്നു. എത്രയും വേഗം വർധനവ് നടപ്പിലാക്കണമെന്ന് ജീവനക്കാരുടെ സംഘടന ആവശ്യപ്പെടുകയാണ്. ഓരോ വർഷവും 2 തവണ വീതമാണ് DA വർധന ഉണ്ടാവാറുള്ളത്. ജനുവരി, ജൂൺ, ജൂലൈ, ഡിസംബർ എന്നിങ്ങനെയാണ് സമയം കണക്കാക്കുക. ഇതിൽ ആദ്യത്തേത് ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് മാർച്ച് മാസമാണ് പ്രഖ്യാപനം ഉണ്ടാവുക. രണ്ടാമത്തേത് സെപ്റ്റംബറിൽ ദീപാവലി ആഘോഷത്തിനനുബന്ധിച്ചായിരിക്കും പ്രഖ്യാപനം വരുന്നത്. ഇത്തവണ ഏപ്രിൽ പകുതിയായ സാഹചര്യത്തിൽ ഇനി DA വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ലെന്ന പ്രചാരണവുമുണ്ട്. കോവിഡ് കാലത്ത് 1.5 വർഷം DA വർദ്ധിച്ചിരുന്നില്ല. സമാനമായ അവസ്ഥ ഇത്തവണയും ഉണ്ടാകുമോ എന്നാണ് ജീവനക്കാരുടെ ആശങ്ക. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം ആരംഭിക്കാൻ തീരുമാനിച്ചതും ക്യാബിനറ്റ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതുമെല്ലാം. ജനുവരി മുതലുള്ള DA അനുവദിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. 1 മണിക്കൂർ നീണ്ട പ്രതിഷേധമായിരുന്നു ഇന്ന് തീരുമാനിച്ചത്. DA വിഷയത്തിൽ മാത്രമാണ് ഇന്നത്തെ പ്രതിഷേധം. ഉപഭോക്തൃവില സൂചികയിലെ പണപ്പെരുപ്പം പരിശോധിച്ചാണ് വർഷത്തിൽ 2 തവണ സാധാരണ നിലയിൽ DA വർദ്ധിപ്പിച്ചിരുന്നത്. വിലക്കയറ്റം ശക്തമായിട്ടും DA വർദ്ധിപ്പിക്കാത്തത് എന്തെന്നാണ് ജീവനക്കാരുടെ ചോദ്യം. 8ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടും ജീവനക്കാർ കാത്തിരിക്കുകയാണ്. അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 69,000 ആക്കി ഉയർത്തണമെന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിച്ചിരുന്നത്. 3.83 ഫിറ്റ്മെന്റ് ഫാക്ടർ പരിഗണിച്ച് ഇത്രയും വർധന വേണമെന്നുള്ള ആവശ്യമാണ്. 7ാം ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57% ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.